എല്ലാവർക്കും നമസ്കാരം. ഗുഡ് സമാരിറ്റൻ ഇൻ മൈ ലൈഫ് എപ്പിസോഡ് 7ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പറയാൻ പോകുന്നത് ഞാൻ ട്രെയിനിങ് കഴിഞ്ഞ് ഒരു പ്രൊബേഷൻ പീരീഡിൽ നിൽക്കുമ്പോൾ ഉണ്ടായ ഒരു സംഭവമാണ്. അപ്പം ആ ഹോസ്പിറ്റൽ മൊത്തം ഒരു വലിയൊരു സ്ട്രൈക്കിലേക്ക് മാറി. സ്ട്രൈക്കിലേക്ക് പോകാൻ ഞാൻ പോയില്ല. ഞാൻ പുതിയ എംപ്ലോയി. പിന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളെല്ലാം ഹോസ്പിറ്റലിൽ വെച്ചേക്കുന്നതുകൊണ്ട് അതെല്ലാം അവർ മേടിച്ച് വെച്ചിട്ടാണ് നമുക്ക് ഈ പ്രൊബേഷൻ പീരീഡ് തരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ആ സർട്ടിഫിക്കറ്റ് തിരിച്ചു തരുന്നത്. അപ്പോൾ അതെല്ലാം അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഈ സ്ട്രൈക്കിൽ പോകാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി തുടർന്നു. ഒത്തിരി ഭൂരിഭാഗം ആളുകളും ഈ യൂണിയനിലുണ്ടായിരുന്ന എല്ലാവരും തന്നെ സ്ട്രൈക്കിനിറങ്ങി. എല്ലാ നേഴ്സുമാരും തന്നെ സ്ട്രൈക്കിനിറങ്ങി. ഞാനും കുറച്ചൊരു 13 ഒരു 10 പേരെങ്കിലും കാണുമായിരുന്നായിരിക്കും. കുറച്ച് പേരുണ്ടായിരുന്നു ഇങ്ങനെ അകത്ത് ഉണ്ടായിരുന്നവർ, ഡ്യൂട്ടിയിലുണ്ടായിരുന്നവർ. അവരും 1-2 പേരൊക്കെ പിന്നെയും 2 ദിവസം 3 ദിവസമൊക്കെ കഴിഞ്ഞപ്പം തീവ്രത കൂടി കഴിഞ്ഞപ്പം കുറച്ച് പേരൊക്കെ വീണ്ടും ഇറങ്ങിപ്പോയി. അങ്ങനെ ഒരു 10-15 ദിവസത്തേന് നീണ്ടു നിന്നു. അങ്ങനെ അപ്പം ഹോസ്റ്റലിൽ പോകാനോ അപ്പോൾ ഈ ഉള്ളവർ, അതായത് സ്ട്രൈക്കിൽ നിൽക്കുന്നവർ അകത്തുള്ളവരോട് ഭയങ്കര വൈരാഗ്യമായി. കാരണം അവർക്ക് നമ്മളോട് ദേഷ്യമായി, നമ്മളവിടെ ഹോസ്പിറ്റലിനോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട്. അങ്ങനെ ഇഷ്യൂസൊക്കെ ഉണ്ടായപ്പോൾ നമ്മൾ ഈ ഇട്ടിരുന്ന യൂണിഫോം കൊണ്ട് തന്നെയാണ് നമ്മൾ ഡ്യൂട്ടി ചെയ്തുകൊണ്ട് അവിടെ തന്നെ റെസ്റ്റ് ചെയ്യും, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ അവർ പോയിട്ട് ഡോക്ടർമാരൊക്കെ പോയിട്ട് വേറെ തുണിയൊക്കെ മേടിച്ചുകൊണ്ട് വരും. അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഫുള്ളി ഞങ്ങൾ ആ അകത്തുനിന്ന് പുറത്തേക്ക് പോകാതെ തന്നെ ഞങ്ങൾ ഡ്യൂട്ടി ചെയ്യുമായിരുന്നു ഫുള്ള് അത്രയും ദിവസം. അങ്ങനെ റെസ്റ്റ് എടുക്കും, പിന്നെയും ഡ്യൂട്ടി കയറും, അങ്ങനെയായിരുന്നു. അങ്ങനെ ആ ഒരു സംഭവം കഴിഞ്ഞ് ഹോസ്റ്റലിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും ഹോസ്റ്റലൊക്കെ മലയാളി തന്നെയുണ്ട്, സീനിയേഴ്സ് ഹിന്ദിക്കാരുണ്ട്. ഒത്തിരി സീനിയേഴ്സാണ് അവരൊക്കെ. അപ്പം വർഷങ്ങളായിട്ട് വലിയ സീനിയോറിറ്റി ഉള്ള ആളുകളാണ്. അപ്പോൾ അവരുടെ ഹോസ്റ്റലിൽ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവർക്കും ഭയങ്കര ദേഷ്യമാണ്. എല്ലാവരും ഇങ്ങനെ കുത്തുവാക്ക് പറയുകയും കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ആദ്യമൊന്നും അത്ര മൈൻഡ് ചെയ്തില്ല. അത് കഴിഞ്ഞ് ഇങ്ങനെ ഓരോന്നിങ്ങനെ പറയുകയും ഭക്ഷണത്തിൽ വിഷം കൊടുത്ത് കൊല്ലണം, അല്ലെങ്കിൽ അടിച്ചു കൊല്ലണം, അങ്ങനെ ഇങ്ങനെ ഇരുട്ടടി കൊടുക്കണം, അങ്ങനെയൊക്കെ ഇങ്ങനെ ഇവർ സംസാരിക്കുന്നതും മറ്റുള്ളവരോട് പറയുന്നതുമൊക്കെ മറ്റു റൂമിലുള്ളവരും എല്ലാവർക്കും അറിയാം. ഇങ്ങനെ എല്ലാവർക്കും ദേഷ്യമാണെന്നുള്ളതൊക്കെ. പിന്നെ ഞങ്ങൾ അവിടെ അത്രയും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും പോകേണ്ട വന്നു. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ജോലി ചെയ്തുകൊണ്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡും ഡോക്ടേഴ്സും ഒക്കെ ആയിട്ട് ആ ഒരു ഹ്രസ്വ സമയത്താണെങ്കിലും എല്ലാവരുമായിട്ടും ഭയങ്കര പരിചയമായി. അങ്ങനെ എല്ലാവരും വന്ന് വിളിക്കുകയും എല്ലാവരും വന്ന് വിളിച്ച് കാര്യങ്ങൾ പറയുകയൊക്കെ. അപ്പം അങ്ങനെ പിന്നെ ഡ്യൂട്ടിക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേനും സീനിയേഴ്സിനെ ഒന്നും വക വയ്ക്കാതെ ഡോക്ടേഴ്സ് ഞങ്ങളെ ഈ 2-3 പേര് ആ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള അന്ന് സ്ട്രൈക്കിൻ്റെ സമയത്ത് നിന്നവരെ അവർ സ്പെഷ്യൽ കൺസിഡറേഷൻ തരികയും അവർ പ്രത്യേകിച്ച് വിളിക്കുകയും കാര്യങ്ങൾ ചോദിക്കുകയും പറയുകയും, അതായത് സീനിയേഴ്സിനെ അവോയ്ഡ് ചെയ്തുകൊണ്ട് ഞങ്ങൾ ജൂനിയേഴ്സിനെ ഡോക്ടേഴ്സ് പ്രിഫർ ചെയ്ത് കണ്ടപ്പോഴത്തേനും അതും സീനിയേഴ്സിന് ഭയങ്കര ദേഷ്യമായി. അങ്ങനെ എന്താണെങ്കിലും ഇവർ പ്ലാൻ ചെയ്തു. അത് മറ്റുള്ള റൂമിലുള്ള മറ്റ് സീനിയേഴ്സ് മനസ്സിലാക്കി. അപ്പം എന്നോട് താല്പര്യം ഉണ്ടായിരുന്ന വേറെ ഒരു സീനിയർ ചേച്ചി വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇനി ആ റൂമിൽ നിന്ന് ഭക്ഷണമൊന്നും കഴിക്കണ്ട, അവിടെ നിൽക്കണ്ട, എൻ്റെ കൂടെ നിന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ അപ്പോൾ ആ ചേച്ചിയുടെ കൂടെ പിന്നെ നിൽക്കാൻ തുടങ്ങി. ആ ചേച്ചി തന്നെ പിന്നെ എനിക്ക് ഒരു നേഴ്സായിരുന്നു. അവരെന്നിട്ട് എന്നെ വേറൊരു മലയാളി അസിസ്റ്റൻറ്റ്, വേറൊരു മലയാളി ആയിട്ട് പരിചയപ്പെടുത്തി. അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവരും ആ ഹോസ്പിറ്റലിൽ തന്നെ ഒരു ഇൻചാർജായിരുന്നു. അങ്ങനെ എന്നിട്ട് അപ്പം അവർ ഇപ്പോൾ ഹോസ്പിറ്റലിൽ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അവർ പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പിന്നെ ഹോസ്പിറ്റൽ പ്രൊട്ടക്ഷൻ കൊടുക്കണ്ടല്ലേ, അങ്ങനെ ഒരു രീതിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഈ ഇൻചാർജ് തന്നെ അവരുടെ വീട്ടിൽ ഒരു റൂം വാടകയ്ക്കായിട്ട് തന്നിട്ട് അങ്ങനെ അവരുടെ വീട്ടിലോട്ട് ഞാൻ മാറി. ആ ഒരു മാറ്റം, അതായത് നമ്മളൊരു പുതിയ സ്ഥലത്ത് വരുന്നു, എല്ലാവരും പുതിയൊരു എല്ലാം കൂടെ നമുക്കൊരു ഭയങ്കര ഒരു മാനസികമായിട്ടൊക്കെ നമുക്ക് ഭയങ്കര പ്രഷറാണ്. അതിൻ്റെ കൂടെ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്നുള്ള പ്രശ്നങ്ങൾ, ഹോസ്റ്റലിലുള്ള പ്രശ്നങ്ങൾ, സ്റ്റാഫ്മാർ തമ്മിലുള്ള പ്രശ്നം എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ സമയത്തൊക്കെ കോപ്പ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. അത് കഴിഞ്ഞപ്പം ആ ഒരു ഫാമിലിയിലോട്ട് ഞാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവിടെയും അവരുടെ മക്കളുമൊക്കെ ആയിട്ട് അവരുടെ കുറച്ച് ചിട്ടകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അനുസരിച്ച് പോകണമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കതൊന്നും ഒരു വിഷയമല്ലായിരുന്നു. വളരെ പെട്ടെന്ന് ഞങ്ങൾ മിങ്കിളായി. പിന്നീടായപ്പം വാടക പോലും മേടിക്കാതെയാണ് ഞാനവിടെ നിൽക്കാൻ തുടങ്ങിയത്. കാരണം അവർ പൈസ പോലും മേടിക്കത്തില്ലായിരുന്നു. അങ്ങനെ വളരെ ഞങ്ങൾ ക്ലോസായി. വളരെ എനിക്കൊരു സ്വന്തം ഒരു ചേട്ടനും ചേച്ചിയും ഉണ്ടായിരുന്നെങ്കിൽ അവർ എത്ര കാര്യമായിട്ട് നോക്കും, അത്രയും കാര്യമായിട്ടാണ് അവരെന്നെ എല്ലാ കാര്യത്തിലും കൊണ്ടുപോയി വിടുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വിടുകയും കൊണ്ടുവരികയും ചെയ്യുമായിരുന്നു. കാരണം ഒരു ടെൻഷനായിരുന്നു, ഇനി ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമോ എന്നൊക്കെയുള്ളൊരിതുണ്ടായിരുന്നു.
അങ്ങനെ അവരുടെ ആ ഒരു പ്രൊട്ടക്ഷൻ്റെ കീഴിൽ, അതുപോലെ അവരുടെ സ്നേഹത്തിൻ്റെ, അവരുടെ ആ സംരക്ഷണത്തിൻ്റെ കീഴിൽ ഞാൻ എത്രയോ സമയം നിന്നു. അവിടെ നിന്നാണ് പിന്നെ എനിക്ക് വിദേശത്ത് പോകാനുള്ളതൊക്കെ കിട്ടുന്നതൊക്കെ. അന്നേരം അവരൊത്തിരി എന്നെ ഹെൽപ്പ് ചെയ്ത് എല്ലാ കാര്യത്തിലും. ഒരു ഇൻ്റർവ്യൂവിന് പോകാനോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ പോകാനും കൊണ്ടുവിടാനും ടിക്കറ്റ് എടുക്കാനും എല്ലാ കാര്യത്തിനും എൻ്റെ വീട്ടുകാരെ എന്നെ എങ്ങനെ നോക്കും അതുപോലെ നോക്കിയൊരു ഫാമിലിയായിരുന്നു. അപ്പോൾ അവരെയൊക്കെ ഞാൻ ഈ അവസരത്തിൽ സ്നേഹത്തോടെ സന്തോഷത്തോടെയൊക്കെ അനുസ്മരിക്കുകയും അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അവരെവിടെയായിരുന്നാലും അവരുടെയൊക്കെ കോൺടാക്റ്റൊക്കെ പോയി എൻ്റെ കയ്യിൽ നിന്ന്. അവരെവിടെയായിരുന്നാലും അവരെയൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എല്ലാവിധ നന്മകളും ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.